കുമ്പളങ്ങി സർവീസ് സഹകരണ ബാങ്കിന്റെ 4ാം ഘട്ട മെമ്പർ റിലീഫ് ഫണ്ടിന്റെ വിതരണോദ്ഘാടനം എറണാകുളം സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ജനറൽ ജോസാൽ ഫ്രാൻസിസ് നിർവഹിച്ചു. ചടങ്ങിൽ 45ാമത് നിക്ഷേപ സമാഹരണ യജ്ഞ ഉദ്ഘാടനവും നടത്തി. കുമ്പളങ്ങി സർവീസ് സഹകരണ ബാങ്ക് ഹെഡ് ഓഫീസിൽ 4ാം ഘട്ട മെമ്പർ റിലീഫ് ഫണ്ട് വിതരണവും 45ാമത് നിക്ഷേപ സഹകരണ യജ്ഞ ഉദ്ഘാടനവും നടന്നു. എറണാകുളം സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ജനറൽ ജോസാൽ ഫ്രാൻസിസ് 4ാം ഘട്ട മെമ്പർ റിലീഫ് ഫണ്ടിന്റെ വിതരണം ബാങ്കിലെ അംഗമായ റാണി ആന്റണി പള്ളിപ്പറമ്പിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു. 10ഓളം അംഗങ്ങൾക്കായി 3 ലക്ഷത്തോളം രൂപ വിതരണം നടത്തി. ഇല്ലിക്കൽ ദേവസ്വം യോഗത്തിനു വേണ്ടി റിട്ടയർഡ് എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ സെക്രട്ടറി ശശികുമാറിന്റെ പക്കൽ നിന്ന് ആദ്യ നിക്ഷേപവും വ്യക്തിഗത നിക്ഷേപമായി ബാങ്ക് അംഗം മെയ്വി ജോസഫിൽ നിന്ന് 2ാമത് നിക്ഷേപവും സ്വീകരിച്ചുകൊണ്ട് 45ാമത് നിക്ഷേപ സമാഹരണ യജ്ഞ എറണാകുളം സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ജനറൽ ജോസാൽ ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. ഒരു സഹകരണ ബാങ്ക് എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഒരു സഹകരണ ബാങ്ക് മറ്റുള്ള ധനകാര്യ സ്ഥാപനത്തിനെ അപേക്ഷിച്ച് സഹകാരികൾക്ക് കൊടുക്കാവുന്ന ഒട്ടനവധി പ്രവർത്തനങ്ങളിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രവർത്തന മേഖലയാണ് ഇന്ന് ഈ സഹകാരികൾ ബാങ്കിന് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രവർത്തനം. ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് നെൽസൺ കോച്ചേരി അധ്യക്ഷത വഹിച്ചു. കേരളത്തിലെ സ്വയാശ്രയ സംഘങ്ങളും മറ്റ് സഹകരണ സംഘങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന ഒരു വിപണന കേന്ദ്രം അത് കുമ്പളങ്ങിയിൽ ആരംഭിക്കുവാനുള്ള അതിന്റെ പ്രാഥമികമായ കാര്യങ്ങളിലേക്കാണ് ബാങ്ക് കടന്നു പോകുന്നത്. അടുത്ത സാമ്പത്തിക വർഷത്തിൽ തന്നെ നമുക്ക് മെഡിക്കൽ ഷോപ്പും അവിടെ തന്നെ ലാബ് കളക്ഷൻ സെന്ററും ECG എടുക്കാനുള്ള സൗകര്യവും കൂടി ഈ നീതി മെഡിക്കൽ ലാബിന്റെ ഭാഗമായിട്ട് നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. വൈസ് പ്രസിഡന്റ് ഉഷ പ്രദീപ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PA സഗീർ, ജില്ലാ പഞ്ചായത്ത് അംഗം ദീപു കുഞ്ഞുകുട്ടി, മുൻ ബാങ്ക് പ്രസിഡന്റ് ജോൺ പഴേരി, PJ ആന്റണി, KC കുഞ്ഞുകുട്ടി, നിലവിലെ ഭരണസമിതി അംഗങ്ങളായ CC ചന്ദ്രൻ, ഷാജി കുറുപ്പശ്ശേരി, ജോസഫ് ലാലു, KG പൊന്നൻ, KV ആന്റണി, ജോണി ജേക്കബ്, ശോഭ ജോസഫ്, ജ്യോതി പോൾ, ജോസഫ് ജെയ്സൺ, ജോസഫ് CJ, ജോസഫ് റോജൻ, സെക്രട്ടറി മരിയ ലിജി KA എന്നിവർ സംസാരിച്ചു. ഇവിടെ നിന്നുള്ള ചെറിയ ചെറിയ നിക്ഷേപങ്ങൾ, ആ നിക്ഷേപങ്ങളാണ് നമ്മൾ ഈ സഹകാരികൾക്ക് വായ്പയായി കൊടുക്കുന്നത്. ആ വായ്പ തിരിച്ചടവ് കൃത്യമായി വന്നില്ല എങ്കിൽ ബാങ്ക് പ്രതിസന്ധിയിലാണ്. പക്ഷെ അത് ചോദിക്കുമ്പോൾ കൊടുത്തവർ മോശക്കാരുമാകും. പക്ഷെ അങ്ങനെയൊന്നും കണ്ടുപോയിട്ട് കാര്യമില്ല. കൊടുക്കലും വാങ്ങലും നടക്കണം. അത് കൃത്യതയോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലാണ് ഭരണകർത്താക്കളുടെ ഏറ്റവും വലിയ കഴിവ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.